നമസ്കാരം. CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഒളകര ആദിവാസി ഗ്രാമത്തിലുള്ളവർക്ക് വനാവകാശ രേഖ വിതരണം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് PG വിലങ്ങന്നൂർ മലയോര ഹൈവേ നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി വിശദീകരണ യോഗം നടത്തി. DA കുടിശ്ശിക നിഷേധിച്ച സർക്കാർ ഉത്തരവിൽ പ്രതിഷേധിച്ച് NGO അസോസിയേഷൻ മാർച്ചും ധർണയും നടത്തി. നടത്തറ പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങൾ ബജറ്റ് അംഗീകരിക്കൽ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഒളകരയിലുള്ളവർക്കുള്ള വനാവകാശ രേഖ വിതരണം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, OR കേളു എന്നിവർ പങ്കെടുത്തു. ഒളകര ഉന്നതിയിലെ 44 കുടുംബങ്ങൾക്ക് 1.5 ഏക്കർ വീതം വനാവകാശ രേഖ ഒളകര ഗ്രാമത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ മന്ത്രി കെ രാജൻ വിതരണം ചെയ്തു. വനം മന്ത്രി AK ശശീന്ദ്രൻ അധ്യക്ഷനായി. പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു വിശിഷ്ടാതിഥിയായി. PG അണക്കെട്ടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വനത്തിൽ ജീവിച്ചിരുന്ന മലയർ വിഭാഗത്തെ കുടിയൊഴിപ്പിച്ചിരുന്നു. അവർ താമരവെള്ളച്ചാൽ, മണിയൻ കിണർ, ഒളകര എന്നീ പേരിൽ അറിയപ്പെടുന്ന വനത്തിൽ കുടുംബത്തോടെ താമസിച്ച് വനവിഭവങ്ങൾ ശേഖരിച്ച് കൃഷി ചെയ്ത് ജീവിച്ചു വന്നു. ഒളകര ഒഴികെയുള്ളവർക്ക് വനാവകാശ നിയമപ്രകാരം രേഖകൾ അനുവദിച്ചു നൽകി. 70 വർഷത്തിലധികമായി ഒളകരയിൽ താമസിക്കുന്ന ആദിവാസികൾക്ക് 25 വർഷത്തിലധികം നീണ്ടുനിന്ന നിവേദനങ്ങൾക്കും പോരാട്ടങ്ങൾക്കും ശേഷം 2005 വനാവകാശ നിയമം നിലവിൽ വന്നതോടെ 4 ഏക്കർ ഭൂമി ലഭിക്കണം എന്ന ആവശ്യവുമായി ഒളകര നിവാസികൾ വീണ്ടും പോരാടി 48 കേസുകൾ സമരത്തിന്റെ പേരിൽ ആദിവാസികൾക്കെതിരെ ചുമത്തി എന്നതല്ലാതെ ഫലമുണ്ടായില്ല. വനഭൂമിയിൽ ഇഞ്ചി, മഞ്ഞൾ എന്നിവ നട്ടതിനും വരെ കേസുകൾ ഉണ്ടായി. ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ കമ്മിറ്റികൾ വിവിധ കാര്യങ്ങളിൽ ചർച്ച ചെയ്തു, പരിഹരിക്കപ്പെട്ടില്ല. റവന്യൂ സർവേ, ട്രൈബൽ, വനം വകുപ്പ് എന്നിവർ മന്ത്രി രാജന്റെ നിർദ്ദേശപ്രകാരം ക്രിയാത്മകമായി ഇടപെട്ടു. 2024 കൈവശ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. ഒളകരയിലെ 44 കുടുംബങ്ങൾക്ക് 1.5 ഏക്കർ വീതം 66 ഏക്കർ ഭൂമി അനുവദിച്ച് വനാവകാശ രേഖകൾ കൈമാറി. ആദിവാസികൾ പിന്നീടും പോരാട്ടം ആരംഭിച്ചു. വനാവകാശ നിയമം നിലവിൽ വന്നിട്ടും ഭൂമി ലഭിക്കാൻ അധികൃതർ രംഗത്ത് വന്നില്ല. 1 നൂറ്റാണ്ട് മുൻപ് മുപ്പുഴക്കുടി, പെരിങ്ങോട്ടുകണ്ടം തുടങ്ങിയ മേഖലകളിൽ താമസം ആരംഭിച്ച ഇവർ PG ഡാം നിർമ്മാണത്തോടെ കൂട്ടത്തോടെ മറ്റിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടി വന്നവരുടെ പിന്മുറക്കാരാണ്. 2016 കെ രാജൻ MLA ആയതോടെ നിരന്തരമായ ഇടപെടലുകൾ നടത്തി. ഇത് യാഥാർത്ഥ്യമാകാൻ പോയതോടെ വൺ എർത്ത് വൺ ലൈൻ എന്ന സംഘടന ആദിവാസികൾക്ക് ഭൂമി പതിച്ചു നൽകുന്നതിനെതിരെ കോടതിയിൽ കേസ് നൽകി. വീണ്ടും കെ രാജൻ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു, മന്ത്രിയായി. ഒളകരക്കാർക്കായി അവരുടെ അവകാശ പോരാട്ടങ്ങളിൽ മന്ത്രി രാജൻ ഒപ്പം നിന്നു. മന്ത്രി നടത്തിയ നിരവധി ചർച്ചകളിലൂടെ കേസുകൾ പിൻവലിക്കപ്പെട്ടു. ഒല്ലൂർ നിയോജക മണ്ഡലത്തിന്റെ കിഴക്കേയറ്റം പാലക്കാട് ജില്ലയുടെ അതിർത്തിയിലാണ് ഒളകര ആദിവാസി ഗ്രാമം. 70 വർഷങ്ങളായി വനത്തിനെ സംരക്ഷിച്ചും വനവിഭവങ്ങൾ ശേഖരിച്ചും കൃഷികൾ ചെയ്തും ജീവിച്ചു വന്ന ഒളകര ആദിവാസികളിലെ ഭൂമിയുടെ ഉടമകളാക്കിയ മന്ത്രി കെ രാജനെ നന്ദിയോടെ സ്മരിക്കുന്നു. MP രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ, ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ A കൗശികൻ, പട്ടികവർഗക്ഷേമ വകുപ്പ് ഡയറക്ടർ V വേണുരാജ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ V മേനോൻ, PG വൈൽഡ് ലൈഫ് വാർഡൻ VG അനിൽകുമാർ, ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ഹെറാൾഡ് ജോൺ, ഒളകര ഉന്നതിയിലെ ഊരുമൂപ്പത്തി മാധവി കുട്ടപ്പൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. 1957 പീച്ചിയിലെ റിസർവോയർ അതിന്റെ തീരത്ത് താമസിച്ചിരുന്ന ആളുകൾ പീച്ചി ഡാം പണിത് പൂർത്തിയാക്കാനുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ അവിടെ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾക്കിടയിൽ അവിടെ നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ ആട്ടിയോടിപ്പിക്കപ്പെട്ട ആളുകൾ പല വഴികളിലേക്ക് പോയി. അത് മണിയൻകിണറിലേക്ക് പോയവരുണ്ട്. എന്നാൽ മഹാഭൂരിപക്ഷം ആളുകളും വന്നു ചേർന്നത് ഈ ഒളകരയിലാണ്. ഒളകരയിൽ വന്നു ചേർന്ന ആദിമ നിവാസികൾ എന്ന അഭിമാനത്തോടെ നാം നെഞ്ചത്ത് ചേർത്ത് പിടിക്കുന്ന ആദിവാസികൾ അവരുടെ സ്വന്തമായിട്ടുള്ള ഭൂമിക്ക് ഉടമസ്ഥത രേഖപ്പെടുത്താൻ പറ്റാതെ ഏതാണ്ട് 60-70 അധികം വർഷക്കാലമായി നടത്തിയ വലിയ സമരങ്ങളുടെ ചരിത്രമുണ്ട്.
ഇവിടെ സമാനതകളില്ലാത്ത വിധം ഭൂമിക്ക് വേണ്ടിയുള്ള സമരങ്ങൾ രൂപപ്പെട്ട സ്ഥലമാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് പോലും ചെയ്യാത്ത വിധം ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ മാറിപ്പോയിടാണ്. പക്ഷേ അവരെല്ലാം ജനാധിപത്യ സംവിധാനങ്ങളിലേക്ക് തിരിച്ചു വന്ന ജനാധിപത്യം എങ്ങനെയാണ് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്കിടയിലേക്ക് വികസനത്തിൻ്റെ സ്വാദ് നുണയാൻ, മനസ്സിലാക്കാൻ, രുചിക്കാൻ അവസരം കൊടുക്കുക എന്ന് മനസ്സിലാക്കുന്നൊരു ചടങ്ങാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. 9 വർഷക്കാലം മുമ്പ് ഇവിടെ MLA ആയി വരുമ്പോൾ വലിയ സമരങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഏതാണ്ട് 2.5 ഏക്കർ ഭൂമിയിലാണ് 44 കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത്. അത് അവരുടെ സ്ഥലം അത്രയേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടല്ല, അവർക്ക് പരിമിതമായി വീട് വെക്കാനും അവർക്ക് പല കുടുംബങ്ങളുടെ ശൗചാലയം ഒരുമിച്ചാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടൊക്കെ അവരൊരു ചെറിയ ഓർബിറ്റിനകത്ത് താമസിച്ചു വന്നിരുന്നു. പക്ഷെ അവർ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണിത് മുഴുവൻ. അവർക്ക് ആ കൃഷിസ്ഥലം വാങ്ങിച്ചു കൊടുക്കുമെന്ന് അന്ന് നൽകിയ ഉറപ്പാണ്. ഇപ്പോഴത്തെ മൂപ്പത്തി മാധവി ചേച്ചി പറയാറുണ്ട്, അന്ന് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോലും വരാത്തവരായിരുന്നു ഞങ്ങളെന്ന്. പക്ഷെ അവർ വോട്ട് ചെയ്യാൻ വരാത്തത് അവരുടെ സമരത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ ഞാൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം ആദ്യം വന്നത് ഇങ്ങോട്ടാണ്. ഇവിടെ വന്ന് ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി. ഒരു ഉറപ്പും കൊടുത്തില്ല. അന്ന് ജില്ലാ കളക്ടർ കൗശികനായിരുന്നു. പിന്നെ അനുപമ വന്നു, ഷാനവാസ് വന്നു, ഹരിത വന്നു, കൃഷ്ണതേജ വന്നു, ഇപ്പോൾ അർജുൻ ജില്ലാ കളക്ടറായി. എല്ലാവരും എൻ്റെ കൂട്ടത്തിൽ ഇവിടെ വന്നു നടക്കാത്ത ഇടങ്ങളിൽ ബാക്കിയില്ല. വലിയ യുദ്ധം, യഥാർത്ഥത്തിൽ ഫോറസ്റ്റ് വകുപ്പുമായി ഇപ്പോൾ ഒരു മന്ത്രിയാണെങ്കിലും പറയട്ടെ, ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ വലിയ യുദ്ധങ്ങളും സമരങ്ങളും നടത്തേണ്ടി വന്നു ഇവരുടെ അവകാശം സ്ഥാപിച്ചെടുക്കാനാണ്. അവസാനം കഠിനമായിട്ടുള്ള പരിശ്രമങ്ങളുടെ ഒടുവിലാണ് ഒരു കൂട്ടം തീരുമാനിച്ചു, STLC തീരുമാനിച്ചു, DLC തീരുമാനിച്ചു, സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി ക്രിത്താൽസിൻ്റെ റിപ്പോർട്ട് ഉൾപ്പെടെ മേടിച്ചുകൊണ്ട് ഇത് ഈ ഊരിൽ വനാവകാശ രേഖ കൊടുക്കണം എന്ന ധാരണയിലേക്ക് എത്തി. എന്നിട്ടും ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇതിൽ ഒപ്പിടാൻ പറ്റാത്ത വിധത്തിലുള്ള വിമുഖത കാണിച്ചു. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയുള്ള യോഗം അതിനുവേണ്ടി ചേരേണ്ടി വന്നു. ഇനിയും ഒപ്പിടാൻ തയ്യാറായില്ലെങ്കിൽ നടപടികൾ എടുക്കുമെന്ന വിധത്തിൽ തന്നെ കേരളത്തിൻ്റെ ഭരണകൂടത്തിന് തീരുമാനം എടുക്കേണ്ടി വന്നു. ഇപ്പോൾ കളക്ടറും റവന്യൂ വകുപ്പിൻ്റെ മേധാവിയായ കളക്ടറും ഫോറസ്റ്റ് വകുപ്പും ST വകുപ്പും എല്ലാം ഒപ്പിട്ട് 1.5 ഏക്കർ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റുകയാണ്. ഇവിടെ കൈവശ രേഖയാണ് കൊടുക്കാൻ പറ്റുക, വനത്തിനകത്താണെങ്കിലും 1.5 ഏക്കർ. ഇവർക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ഇവിടെ ഉപയോഗിക്കും. ഇത് വരുമ്പോൾ സാന്ദർഭികമാണെങ്കിലും വലിയ ഒരു മാറ്റം കൂടി റവന്യൂ വകുപ്പ് ഉണ്ടാക്കിയ ഒരു കാലമാണ്. കേരളത്തിലെ 569 വനഗ്രാമങ്ങൾ 30/2025 എന്ന ഉത്തരവിലൂടെ ഇനി റവന്യൂ ഗ്രാമങ്ങളായി മാറുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പീച്ചി റോഡ് വിലങ്ങന്നൂർ മലയോര ഹൈവേ നിർമ്മാണത്തിലെ അപാകതകളും ക്രമക്കേടുകളും ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. പാണഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് KP ചാക്കോച്ചന്റെ അധ്യക്ഷതയിൽ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ഗ്രാമങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി UDF സർക്കാർ മുന്നോട്ട് വച്ച കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കിഴക്കൻ മലയോര മേഖലയിൽ കൂടി കടന്നുപോകുന്ന മലയോര ഹൈവേ എന്ന ആശയം പരിപൂർണമായി അട്ടിമറിച്ചുകൊണ്ട് പദ്ധതിക്ക് അനുവദിച്ച തുകകൾ വകമാറ്റി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും PWDയും പണികഴിപ്പിച്ച ദേശീയപാതയും സംസ്ഥാന പാതകളും മേജർ ഡിസ്ട്രിക്ട് റോഡുകളും ചില മിനുക്കുപണികൾ മാത്രം നടത്തി റോഡുകളുടെ പേരുമാറ്റി മലയോര ഹൈവേ എന്ന രീതിയിൽ അവതരിപ്പിക്കുക മാത്രമാണ് CPIM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്നതെന്ന് അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞു. DCC എക്സിക്യൂട്ടീവ് KC അഭിലാഷ് മുഖ്യപ്രഭാഷണം നടത്തി. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് ദേവസി, KPCC അംഗം ലീലാമ തോമസ്, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നിർമ്മല, മുൻ മണ്ഡലം പ്രസിഡന്റ് ഷിബു പോൾ, പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് ബാബു തോമസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ്, മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ MK ശിവരാമൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഷൈജു കുര്യൻ, സുശീല രാജൻ, ശ്രീജു, എൽദോസ് KP, CK ഷൺമുഖൻ, എഡിസൺ, വിനോദ് തേനംപറമ്പിൽ, റെജി പാണംകുടി, KM പൗലോസ് എന്നിവർ നേതൃത്വം നൽകി. KP എൽദോസും ഞാനും സാലി തങ്കച്ചനും കൂടി കേരള ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു. ഹൈക്കോടതി പറഞ്ഞു, ഇത് സത്യമാണ്, സാധാരണക്കാരുടെ വികസനമാണ്. നിങ്ങളുടെ ഉദ്ദേശം മലയോര മേഖലയുടെ വികസനമാണെങ്കിൽ ആ റോഡ് പാണഞ്ചേരിയിലെ കിഴക്കൻ മലയോര മേഖലയിൽ കൊണ്ടുവരാൻ വേണ്ടി PWDയോട് പരിശോധന നടത്താൻ ആവശ്യപ്പെട്ടു. PWD റിപ്പോർട്ട് കൊടുത്തു. 50 കോടി രൂപ വരും ആ കിഴക്കൻ മലയോര മേഖല സൈഡ് കെട്ടി വികസിപ്പിച്ച് റോഡ് കൊണ്ടുവരണമെങ്കിൽ. അതുകൊണ്ട് 50 കോടി രൂപ മുതൽ മുടക്കണം. അങ്ങനെ മുതൽ മുടക്കിയാൽ വലിയ വികസനം പീച്ചിക്ക് ഉണ്ടാവും, പാണഞ്ചേരിക്ക് ഉണ്ടാവുമെന്ന് അവർ റിപ്പോർട്ട് കൊടുത്തു. ആ 50 കോടി രൂപ മുടക്കാൻ തയ്യാറല്ലാതെ
ആ വികസനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ആ പദ്ധതി നടപ്പിലാക്കാൻ പറ്റില്ലെന്ന് ഈ രാജനടക്കമുള്ള ഇടതുപക്ഷ സർക്കാർ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി വീണ്ടും ഇവരോട് ആ റോഡ് മാറ്റി പണിയാൻ പറഞ്ഞു. തയ്യാറായില്ല. വീണ്ടും ഞങ്ങൾ ഇന്ന് സുപ്രീം കോടതിയിൽ ചെന്നു. സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ സർക്കാരിന്റെ അഭിഭാഷകരെ വെച്ച് ഇത് സർക്കാർ പോളിസിയല്ല, 50 കോടി രൂപ മുടക്കാൻ പാണഞ്ചേരിക്ക് വേണ്ടി മുടക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പദ്ധതിയുടെ കടക്കൽ കത്തിവെക്കുകയാണ് ഈ കെ രാജൻ ചെയ്തത്. അങ്ങനെയുള്ള ആളുകളാണ് വികസനത്തെ കുറിച്ച് പറയുന്നത്. പാണഞ്ചേരിയുടെ കിഴക്കൻ മേഖലയ്ക്ക് വലിയ വികസനം ഉണ്ടാകും. തന്നെയല്ല, മലമ്പുഴ, പീച്ചി, ചാലക്കുടി, അതിരമ്പുള്ളി അടക്കമുള്ള ഒരു ടൂറിസ്റ്റ് കോറിഡോറ് വലിയ വികസന സാധ്യതയിലൂടെ കടന്നു വരും. അതിന്റെ കടക്കൽ കത്തിവെച്ചപ്പോഴാണ് ഞങ്ങൾ ഇത് ചൂണ്ടിക്കാണിക്കാനാണ് ഞങ്ങൾ വിശദീകരണ യോഗം വയ്ക്കുന്നത്. ലഹരി കേസുകൾ കൂടുന്ന സാഹചര്യത്തിൽ പോലീസ് കൂടുതൽ ജനപക്ഷമാകണമെന്ന് മന്ത്രി കെ രാജൻ. ഒല്ലൂർ പോലീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പോലീസിനെ സഹായിക്കും വിധത്തിൽ ജനങ്ങളൊക്കെ പോലീസാകണമെന്ന് മന്ത്രി പറഞ്ഞു. ഉദ്ഘാടകനായിരുന്ന മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം മന്ത്രി കെ രാജൻ ചടങ്ങിൽ വായിച്ചു. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഫലക അനാചരണം നിർവഹിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ വർഗീസ് കണ്ടംകുളത്തി, കരോളിൻ പെരിഞ്ചേരി, ഫാദർ വർഗീസ് പുത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇവിടെ MLA ആയി വന്നതിന് ശേഷം ഒല്ലൂരിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആദ്യം ആവശ്യപ്പെട്ട പ്രശ്നം MLA ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് ഇവിടെ ഒരു കവാടവും അതിൻ്റെ ചുറ്റുമതിലും നമുക്ക് നിർമ്മിക്കണം എന്ന പ്രശ്നമാണ്. നമ്മുടെ അന്നത്തെ ഡെപ്യൂട്ടി മേയറായിരുന്ന ശ്രീ വർഗീസ് കണ്ടംകുളത്തിയായിട്ട് കൂടിയാലോചിച്ച് കോർപ്പറേഷൻ്റെ കൂടി പൊതുധാരണയനുസരിച്ച് അതിനുവേണ്ട സംഖ്യ, ഗേറ്റും കവാടവും ചുറ്റുമതിലും വയ്ക്കാനുള്ള സംഖ്യ അപ്പോൾ തന്നെ അനുവദിക്കുകയും ആ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നമ്മൾ പൂർത്തീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഗവൺമെന്റ് അവസാനിക്കുന്നതിന് മുമ്പുള്ള ഒരു ഘട്ടത്തിൽ ഇവിടെ ഒരു പുതിയ ACP ഓഫീസ് വരിക, ഒരു പുതിയ ഡിവിഷനിലേക്ക് മാറുക എന്ന ആശയമുണ്ടായി. കേരളത്തിൽ ചില മേഖലകളിൽ പുതിയ ഡിവിഷനുകൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഒല്ലൂരിൽ കൂടി ഒരു ഡിവിഷൻ വേണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി അന്ന് ഉന്നയിക്കപ്പെട്ടു. ഞാനന്ന് ചീഫ് വിപ്പാണ്. ഗവൺമെന്റ് പ്രധാനമായിട്ടും ജനപ്രതിനിധികളുമായി ഒക്കെ ആ കൂടിയാലോചന നടത്തി ഇവിടെ എങ്ങനെ സ്ഥാപിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാകാമോ എന്നുകൂടി ആലോചിക്കുമ്പോൾ പ്രധാനമായിട്ടും പീച്ചിയും മണ്ണുത്തിയും ഒല്ലൂരും നെടുപുഴയും എല്ലാം ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് സ്വാഭാവികമായിട്ടും അപ്പുറത്ത് ഒല്ലൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിയൂർ സ്റ്റേഷനകം ഉൾപ്പെടുന്ന ഒരു പ്രദേശത്ത് ഒരു ACP ഓഫീസ് എന്നുള്ള ആശയം മുന്നോട്ട് വയ്ക്കപ്പെട്ട ഒരു ഘട്ടത്തിൽ അതിനുള്ളൊരു അനുവാദം ഇപ്പോൾ അന്ന് ലഭ്യമായി കഴിഞ്ഞു. DA കുടിശ്ശിക നിഷേധിച്ച സർക്കാർ ഉത്തരവിൽ പ്രതിഷേധിച്ച് കേരള NGO അസോസിയേഷൻ മാർച്ചും ധർണയും നടത്തി. കേരള സർക്കാർ ജീവനക്കാർക്ക് 6 ഗഡുക്കളായി 19% ക്ഷാമബത്ത കുടിശ്ശിക നിലവിലിരിക്കെ പ്രാബല്യ തീയതി നൽകാതെ 39 മാസത്തെ DA കുടിശ്ശിക നിഷേധിച്ച് 2025 ഏപ്രിൽ മുതലുള്ള 3% DA മാത്രം അനുവദിച്ച കേരള സർക്കാർ ഉത്തരവിൽ പ്രതിഷേധിച്ച് കേരള NGO അസോസിയേഷൻ തൃശൂർ ടൗൺ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ താലൂക്ക് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ബ്രാഞ്ച് പ്രസിഡന്റ് മൃദുൽ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് MO ഡെയ്സൺ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. രണ്ടാം പിണറായി സർക്കാരിന്റെ 46 മാസത്തെ ഭരണത്തിൽ വെറും 3 ഗഡു DA മാത്രമാണ് ജീവനക്കാർക്ക് അനുവദിച്ചിട്ടുള്ളതെന്നും DA ഉൾപ്പെടെ ഇപ്പോഴും 6 ഗഡുക്കളായി 19% DA കുടിശ്ശികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അനുവദിച്ച 3 ഗഡു DAയുടെ കാര്യത്തിൽ 117 മാസത്തെ DA കുടിശ്ശിക നിഷേധിച്ചിരിക്കുകയാണെന്നും ഇത് ഇന്നുവരെ ഒരു സർക്കാരിന്റെ കാലത്തും കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവമാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP ഹനീഷ് കുമാർ, ബ്രാഞ്ച് ഭാരവാഹികളായ K കൃഷ്ണദാസ്, ജോബി MJ, K സൂരജ് എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TG രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് വൈസ് പ്രസിഡന്റ് രാജേഷ് VR അധ്യക്ഷനായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് ലിജോ M ലാസർ, ജില്ലാ കമ്മിറ്റി അംഗം ഷൈജു അംബികേശൻ, ഭാരവാഹികളായ AA ജയൻ, വിനോജ് VG എന്നിവരും പ്രസംഗിച്ചു.
ഓരോ ജീവനക്കാരനും നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ജീവനക്കാർക്ക് മാത്രം നൽകുവാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല. ഏതാനും ദിവസം മുൻപുള്ള ഓരോ ഉത്തരവുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ PSCയിലെ ചെയർമാൻ തുടങ്ങി ആ ഓരോ അംഗങ്ങൾക്ക് വരെ ഏകദേശം 2 ലക്ഷത്തിലധികം വർധനവ് അവിടെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പാവപ്പെട്ട ആശാവർക്കർമാര് അവിടെ നിരാഹാരം തുടങ്ങിയ ഈ കാലഘട്ടങ്ങളിൽ അവർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതിന് പണമില്ല. പക്ഷേ ഹെലികോപ്റ്ററിന്റെ വാടക ഇനത്തില് ഈ അടുത്ത ദിവസങ്ങളിൽ കൊടുക്കുന്നതിന് കോടിക്കണക്കിന് രൂപയാണ് അനുവദിക്കപ്പെട്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ PSCയിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപയാണ് അവർക്ക് വിത്ത് ഇഫക്റ്റ് കൊടുക്കാൻ സർക്കാരിന് ഒരു മടിയുമില്ല. ഓരോ മെമ്പർമാർക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് അവരുടെ കൈകളിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. തോമസ് മാഷ് എന്ന് പറയുന്ന ഡൽഹിയിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി മാത്രം പോകുന്ന ഒരു മധ്യസ്ഥന് നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും കണ്ടു 5 ലക്ഷം ഉണ്ടായിരുന്നത് 11 ലക്ഷത്തിലേക്ക് യാത്രാപടി വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കുക. പക്ഷെ നമുക്ക് തരുവാൻ മാത്രം സർക്കാരിന്റെ കയ്യിൽ പണമില്ല. തൃശൂർ ജവഹർ ബാലഭവൻ അവധിക്കാല ക്യാമ്പിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. ഏപ്രിൽ 2 മുതൽ മെയ് 30 വരെയാണ് ക്ലാസുകൾ. വ്യത്യസ്തങ്ങളായ 17 കലാകായിക കരകൗശല ഇനങ്ങളിൽ പരിശീലനം നൽകും. കുട്ടികളുടെ സർഗപരമായ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്ന മധ്യവേനൽ അവധി ക്യാമ്പിലേക്ക് കുട്ടികളെ സ്വാഗതം ചെയ്യുന്നു. 5 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കും. ചിത്രകല, സംഗീതം, ജൂഡോ, വയലിൻ, മൃദംഗം, തയ്യൽ, കുങ്ഫു, മാജിക്, ശില്പകല, നൃത്തം, നാടകം, നാടൻപാട്ട്, ഗിറ്റാർ, തബല, ക്രാഫ്റ്റ്, കമ്പ്യൂട്ടർ, ചിത്രത്തുന്നൽ വിവിധ സ്ഥലങ്ങളിലേക്ക് വാഹന സൗകര്യത്തോടുകൂടി ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ചെമ്പൂക്കാവിലെ ബാലഭവൻ ഓഫീസിൽ നേരിട്ട് ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0487233209. നടത്തറ പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങൾ ബജറ്റ് അംഗീകരിക്കൽ യോഗം ബഹിഷ്കരിച്ച് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ക്രിയാത്മക നിർദ്ദേശങ്ങളില്ലാത്ത പൊള്ളയായ ബജറ്റാണെന്ന് ആരോപിച്ച് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ബജറ്റ് ബുക്ക് കത്തിച്ച് പ്രതിഷേധിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധം പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് പോൾ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി ML ബേബി, പ്രതിപക്ഷ നേതാവ് ബിന്ദു കാട്ടുങ്ങൽ, പഞ്ചായത്ത് അംഗങ്ങളായ TP മാധവൻ, മിനി വിനോദ്, ദീപ അനീഷ്, ജോയ് കുളങ്ങര, കോൺഗ്രസ് നേതാക്കളായ VA കൃഷ്ണൻ, ഉണ്ണി കൊച്ചുപുരയ്ക്കൽ, ജിത് ചാക്കോ, TV ഗോപിനാഥൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജിന്നി ജോയ്, ഷെർലി മോഹൻ, ES അനിരുദ്ധൻ, റോണി കുര്യൻ, സുധാകരൻ എടത്തറ എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. %40 വരുന്ന സംസ്ഥാനത്തിൻ്റെ പദ്ധതി വിഹിതം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുമെന്നും ഗ്രാമസഭകളിലൂടെ ആസൂത്രണം ചെയ്യുന്ന പദ്ധതി ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടപ്പിലാക്കണം എന്നുമായിരുന്നു വ്യവസ്ഥ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ ഓരോ വർഷവും നമ്മുടെ സംസ്ഥാന സർക്കാർ പദ്ധതി വിഹിതം ഗ്രാമപഞ്ചായത്തുകളുടെ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ലഭിക്കുന്ന തുക തന്നെ സമയാസമയങ്ങളിൽ ലഭിക്കാത്തതുകൊണ്ട് ഗ്രാമപഞ്ചായത്തുകൾക്ക് ആസൂത്രണം ചെയ്ത പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി കഴിയാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. നടത്തറ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ടുള്ള ബഡ്ജറ്റുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ ഓരോന്നും ആവർത്തനമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏതെങ്കിലും ഒരു വർഷത്തെ പദ്ധതി നടപ്പിലാക്കിയാൽ അത് പിന്നീട് വരുന്ന വർഷം ആവർത്തിച്ച് വരേണ്ടതില്ല. എന്നാൽ കൃത്യതയോടെ പദ്ധതികൾ നടപ്പിലാക്കാത്തത് കൊണ്ട്, കെടുകാര്യസ്ഥത കൊണ്ട് ഈ 5 വർഷവും ആവർത്തിച്ചു വന്ന കല്യാണ മണ്ഡപം, അതുപോലെ കമ്മ്യൂണിറ്റി സെൻറ്റർ തുടങ്ങിയുള്ള, അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷമായിട്ട് ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഭവനരഹിതരും അതുപോലെ തന്നെ ഭൂരഹിതരുമായ ആൾക്കാർക്ക് ഭൂമി കണ്ടെത്തുമെന്ന് 5 വർഷമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഭൂമി കണ്ടെത്തുന്നതിനോ അവർക്ക് വീട് നൽകുന്നതിനോ പദ്ധതിയൊന്നുമില്ലാതെ വെറുതെ പ്രഖ്യാപനങ്ങൾ മാത്രമായിട്ട് ഈ പഞ്ചായത്ത് ഭരണ സംവിധാനം മുന്നോട്ട് പോകുകയാണ്. കടുത്ത വേനൽ ചൂടിന് ആശ്വാസമായി മണ്ണുത്തിയിലും പരിസരത്തും ശക്തമായ മഴ പെയ്തു.
കനത്ത മഴയ്ക്കൊപ്പം വന്ന കാറ്റ് നിരവധി വാഴകളെ നശിപ്പിച്ചു. വേനൽ ചൂടേറ്റ് വാടി നിന്ന വാഴകൾ ഒടിഞ്ഞു. നാശനഷ്ടങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല. തലപ്പിള്ളി മോഡൽ കരിയർ സെന്റർ ആൻഡ് ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മാർച്ച് 22-ന് ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 വരെ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഓഫീസ് ബിൽഡിംഗ് കോംപ്ലക്സിന്റെ 2ാം നിലയിലുള്ള തലപ്പിള്ളി ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഹാളിലാണ് ജോബ് ഫെയർ. അസിസ്റ്റന്റ് മാനേജർ, HR അസിസ്റ്റന്റ്, സെയിൽസ് എക്സിക്യൂട്ടീവ്, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, യൂണിറ്റ് മാനേജർ, ഫിനാൻഷ്യൽ അഡ്വൈസർ, എഞ്ചിനീയർ, സൂപ്പർവൈസർ, കെമിസ്റ്റ് തുടങ്ങിയ തസ്തികകളിലേക്ക് വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ 400ഓളം ഒഴിവുകളിലേക്ക് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. 10ാം ക്ലാസ്, +2, ഡിപ്ലോമ, ബിരുദം, ബിരുദാനന്തര ബിരുദം, MBA യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. ഓൺ സ്പോട്ട് രജിസ്ട്രേഷനും ഉണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9605808314 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. യൂത്ത് കോൺഗ്രസ് പുത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മലയോര മേഖലയിലെ വന്യജീവി ആക്രമണത്തിന് പരിഹാരം കാണുക, ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കുക, പിൻവാതിൽ നിയമനം അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി ജൈജു സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. പുത്തൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നോബിൻ തച്ചേലിക്കര അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ അസംബ്ലി പ്രസിഡന്റ് അൽജോ ചാണ്ടി, കോൺഗ്രസ് പുത്തൂർ മണ്ഡലം പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ, ബ്ലോക്ക് പ്രസിഡന്റ് റിസൺ വർഗീസ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റെജിൻ നാലുകണ്ടത്തിൽ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷൈജു കുര്യൻ എന്നിവർ സംസാരിച്ചു. സംഘടനകളും ആ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടങ്ങളുമാണ്. അത്തരം ഭരണകൂടങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമുക്കുമേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള ഭരണപരിഷ്കാരങ്ങളും അതിന്റെ സംവിധാനങ്ങളും മനുഷ്യരേറെ വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇത്തരം സമരങ്ങൾ, ഇത്തരം പ്രതിഷേധങ്ങൾ വലിയ രീതിയിൽ നടക്കാൻ പോകുന്ന, വലിയ രീതിയിൽ നടക്കേണ്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. ഓരോ വിഷയങ്ങളും വളരെ കൃത്യമായി തന്നെ ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള വിഷയങ്ങൾ ഇവിടെ നോബിൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി തീർച്ചയായും ഇവിടെ സംസാരിക്കുന്ന ആളുകളും അതിനെപ്പറ്റി തന്നെ തീർച്ചയായും പറഞ്ഞു വെക്കും. കാരണം ഞാൻ ഇവിടെ വന്ന് കുറച്ചു ദൂരം അവിടെ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്തപ്പോൾ തന്നെ ഇതിന്റെ സമരത്തിന്റെ ഭാഗമായി മാത്രമല്ല, ഇവിടെ നിന്ന് ഈ കുപ്പിക്കഴുത്ത് പോലെയുള്ള ഒരു സെന്റർ, ഇത് ഞാൻ ആരോടും അല്ലെങ്കിൽ നമ്മളിതിന്റെ മുൻപ് ഒരുപാട് പഠിക്കുകയൊന്നും വേണ്ട. ഈ പുത്തൂരിലൂടെ വെറുതെ ഒന്ന് ആ വണ്ടി ഓടിച്ച് അങ്ങോട്ട് കടന്നു പോകുമ്പോ എത്ര പ്രയാസകരമായ രീതിയിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. അങ്ങേയറ്റം ഇടുങ്ങിയതും രാവിലത്തെ സമയമൊക്കെ സ്കൂൾ വിദ്യാർത്ഥികളും ജോലിക്കാരും ഉൾപ്പെടെയുള്ള ആളുകൾ പോകുന്ന തിരക്കേറിയ സമയങ്ങളിൽ ഉൾപ്പെടെ ഇത്ര കണ്ട് പ്രയാസമേറിയ, കാരണം എല്ലാ ഇടങ്ങളും വലിയ രീതിയിൽ വികസിച്ചു കൊണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ, റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം, ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു.
രചന ലബോറട്ടറി NH റോഡ് മണ്ണുത്തി, an ISO certified laboratory. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. നടത്തറ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മുളയം സബ് സെന്റർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സബ് സെന്റർ നിർമ്മാണം നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി മുഖ്യാതിഥിയായ പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫ്രാൻസിന ഷാജു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR രജിത്, വാർഡ് മെമ്പർ ദീപ അനീഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. വാഹന പരിശോധന നടത്തുകയായിരുന്ന പോലീസിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് പോലീസ് വാഹനത്തിന്റെ ചില്ല് തല്ലിപ്പൊട്ടിച്ച കേസിൽ ഒരാൾ റിമാൻഡിലേക്ക്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അമിത വേഗതയിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ചത് തടഞ്ഞു നിർത്തി കാർ ഓടിച്ച എടവലങ്ങ് സ്വദേശി നാലുമക്കൽ വീട്ടിൽ ബിമോജിനെ മദ്യലഹരിയിലാണ് കാർ ഓടിച്ചതെന്നുള്ള വിശ്വാസത്താൽ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് മുൻസീറ്റിലിരുന്ന ബിമോജിന്റെ അളിയനായ പൊയ്യ സ്വദേശി രാഹുൽ കാറിൽ നിന്ന് പുറത്തിറങ്ങി വാഹന പരിശോധന നടത്തുന്ന കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറോട് കയർത്തത്. യൂണിഫോമിൽ പിടിച്ചു വലിച്ച് തള്ളുകയും ചെയ്തു. പോലീസ് സംഘത്തിലുണ്ടായിരുന്ന ഷമീർ, ഗിരീഷ് എന്നിവർ ചേർന്ന് രാഹുലിനെയും ബിമോജിനെയും ഡിപ്പാർട്ട്മെന്റ് വാഹനത്തിൽ കയറ്റി വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയി. പോലീസ് വാഹനം ഓടിച്ചിരുന്ന ഗിരീഷിന്റെ കഴുത്തിൽ പിടിച്ച് വാഹനം നിർത്തുകയും പുറകുവശത്തെ ഡോർ തുറന്ന സമയം രാഹുൽ പുറത്തിറങ്ങി പോലീസ് വാഹനത്തിന്റെ സൈഡ് ഗ്ലാസ് ഇടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. പോലീസ് ഓഫീസേഴ്സിനും പരിക്കുകൾ പറ്റി. ഇത് കണ്ട് പിടിച്ചു മാറ്റാൻ ചെന്ന പോലീസിന്റെ കൈ തിരിച്ചു പിടിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ രാഹുലിനെ പോലീസ് വാഹനത്തിൽ കയറ്റി സ്റ്റേഷനിൽ കൊണ്ടുവന്നു. SI ബാബു, SCPOമാരായ ഗിരീഷ്, ഷമീർ എന്നിവർ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. രാഹുലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ BK, സബ് ഇൻസ്പെക്ടർ സലീം, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മിഥുൻ കൃഷ്ണ, സിവിൽ പോലീസ് ഓഫീസർമാരായ സുമേഷ്, സജിത്, ജിനേഷ്, വിഷ്ണു എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. രാസലഹരിയും കഞ്ചാവുമായി പിടികൂടിയ സംഘത്തിൽ നിന്നും രക്ഷപ്പെട്ട 2 പേർ പിടിയിൽ. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച രാസലഹരിയും കഞ്ചാവുമായി സഹോദരന്മാരടങ്ങുന്ന 3 പേരാണ് പിടിയിലായത്. തൃശൂർ മനക്കുടി സ്വദേശിയായ ആൽവിൻ, പുല്ലഴി സ്വദേശിയായ അഖിൽ ടോണി എന്നിവരെയാണ് നെടുപുഴ പോലീസ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടിയത്. പട്രോളിംഗ് നടക്കുന്നതിനിടയിൽ നെടുപുഴ സബ് ഇൻസ്പെക്ടർ KR ശാന്താറാമിന് നെടുപുഴ ഒരു വീട്ടിലെ 5 അംഗ സംഘത്തിൽ നിന്ന് കഞ്ചാവും രാസലഹരിയും പിടികൂടിയിരുന്നു. 2 പേർക്കു വേണ്ടിയുള്ള അന്വേഷണത്തിൽ രക്ഷപ്പെട്ട പ്രതികൾ എറണാകുളം, ബാംഗ്ലൂർ, ഡൽഹി എന്നിവിടങ്ങളിൽ ഒളിവിൽ പോയി തിരിച്ച് നാട്ടിലേക്ക് വന്നെന്ന വിവരമറിഞ്ഞ് നെടുപുഴ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലാകുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ S ഷാജ്കുമാർ, സബ് ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രമോദ്, ഷനോജ്, ഹരീഷ്, ദീപക്, സൂരജ്, അജ്മൽ, അരുൺജിത്ത്, ദിലീപ് എന്നിവർ ഉണ്ടായിരുന്നു. പഠനം മുടങ്ങിയവർക്കും തുടർ പഠനം ആഗ്രഹിക്കുന്നവർക്കും സാക്ഷരതാ മിഷന്റെ വിവിധ കോഴ്സുകളിൽ ചേർന്ന് പഠിക്കാനുള്ള അവസരം. 4, 7, 10 ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. 7ാം ക്ലാസ് വിജയിച്ച് 17 വയസ്സ് പൂർത്തിയായവർക്ക് 10ാം തുല്യതയ്ക്ക് അപേക്ഷിക്കാം. ഹയർ സെക്കൻഡറി തുല്യതയ്ക്ക് അപേക്ഷിക്കുന്നവർ 10ാം തരം വിജയിച്ച് 22 പൂർത്തിയായവരും ആയിരിക്കണം.
10ാം തലത്തിന് 1950 രൂപ, ഹയർ സെക്കൻഡറിക്ക് 2600 രൂപയുമാണ് ഫീസ്. ഓൺലൈനായോ പ്രോസ്പെക്ടസ് മുഖാന്തരമോ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷാ ഫീസ് അടച്ചതിന്റെ വിശദാംശങ്ങൾ, വയസ്സ്, യോഗ്യത തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ സഹിതം അയ്യന്തോൾ ജില്ലാ പഞ്ചായത്തിലെ ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസിലേക്ക് നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 7558941039 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. വാഹന ലോൺ സെറ്റിൽമെന്റ് ചെയ്തു തരാമെന്ന് വിശ്വസിപ്പിച്ച് വ്യാജരേഖകൾ തയ്യാറാക്കി ലക്ഷങ്ങൾ തട്ടിയ കേസിലെ പ്രതി റിമാൻഡിൽ. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കണ്ണമ്പത്തൂർ ദേശത്ത് കൊളങ്ങരപ്പറമ്പിൽ വീട്ടിൽ രതീഷ് രവീന്ദ്രന്റെ കയ്യിൽ നിന്ന് വാഹനത്തിന്റെ ലോൺ സെറ്റിൽമെന്റ് ചെയ്ത് നൽകാമെന്ന് വിശ്വസിപ്പിച്ച് 2.4 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ മരത്താക്കര ഒല്ലൂർ സ്വദേശി തെക്കിനിയത്ത് വീട്ടിൽ ഷാരോണെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. മുൻപ് ഷാരോൺ രതീഷിന് കാർ ലോൺ ശരിയാക്കി കൊടുത്തിരുന്നു. ഈ ലോൺ രതീഷിന്റെ ശമ്പളത്തിൽ നിന്നാണ് അടച്ചിരുന്നത്. ലോൺ മുടക്കമില്ലാതെ അടയ്ക്കുന്നതിനാൽ കാർ ലോൺ 60,000 രൂപ കുറവിൽ ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞ് ഷാരോൺ രതീഷിനെ വിളിച്ചു. ആലോചിച്ചിട്ട് പറയാമെന്ന് രതീഷ് പറഞ്ഞെങ്കിലും രതീഷിന്റെ വീട് പണിക്കായി ലോൺ എടുക്കാൻ കാർ ലോൺ ക്ലോസ് ചെയ്യാൻ ഷാരോണിനെ വിളിച്ചു. ഷാരോൺ രതീഷിന്റെ കാർ ലോൺ സെറ്റിൽമെന്റ് ചെയ്തു. ഈ വാഗ്ദാനം ഒക്ടോബർ 17 ക്യാഷായി 1,98,500 രൂപയും ഗൂഗിൾ പേ വഴി 41,500 രൂപയും കൂടി 2,40,000 രൂപ കൈപ്പറ്റി. പണം കൈപ്പറ്റി തുക ബാങ്കിൽ അടച്ചുവെന്ന് വ്യാജമായി തയ്യാറാക്കിയ ബാങ്ക് സ്ലിപ്പിന്റെ കോപ്പിയും NOCയും ഷാരോൺ രതീഷിന് നൽകി. കാർ ലോണിന്റെ EMI അടയ്ക്കാൻ 2024 നവംബറിൽ രതീഷിന്റെ ഫോണിൽ മെസ്സേജ് വന്നപ്പോൾ ബാങ്കിൽ പോയി അന്വേഷിച്ചപ്പോഴാണ് അവിടെ ജോലിയിൽ ഷാരോൺ ഇല്ല എന്നറിഞ്ഞത്. തുടർന്ന് പണം തിരികെ ചോദിച്ചപ്പോൾ കൊടുക്കാതെ മുങ്ങി നടന്നതിനാലാണ് കേസാക്കിയത്. ഇതിനിടെ ഇയാൾ ഒളിവിൽ പോയി. മരത്താക്കരയിൽ ഉണ്ടെന്നുള്ള രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇയാളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. JSW കമ്പനിയുടെ ലോഗോ വ്യാജമായി റൂഫിംഗ് ഷീറ്റുകളിൽ പതിച്ച് വിൽപ്പന നടത്തിയ കേസിൽ 2 പേർ അറസ്റ്റിലായി. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പോട്ട പനമ്പിള്ളി കോളേജ് ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന റൂഫിംഗ് മാനുഫാക്ചറിംഗ് കമ്പനിയിൽ നിലവാരം കുറഞ്ഞ റൂഫിംഗ് ഷീറ്റുകൾ ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്ത് മഹാരാഷ്ട്രയിലെ മുംബൈ, ബാന്ദ്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന JSW സ്റ്റീൽ കോട്ടഡ് പ്രൊഡക്റ്റ് ലിമിറ്റഡ് കമ്പനിയുടെ വ്യാജമായി ലോഗോ നിർമ്മിച്ച റൂഫിംഗ് ഷീറ്റുകളിൽ പതിപ്പിച്ചുള്ള നിർമ്മാണമാണ് ചാലക്കുടി കൈതാരത്ത് മണപ്പുറം വീട്ടിൽ സ്റ്റീവ് ജോണിനെയും മെയിൻ ഓപ്പറേറ്റർ ചായ്പൻകുഴി സ്വദേശി പാറേപ്പറമ്പിൽ വീട്ടിൽ സിജോ എബ്രഹാമിനെയും അറസ്റ്റ് ചെയ്യാൻ ചാലക്കുടി പോലീസ് തയ്യാറായത്. നിലവാരം കുറഞ്ഞ റൂഫിംഗ് ഷീറ്റുകൾ വാങ്ങി വഞ്ചിക്കപ്പെട്ട നിരവധി ഉപഭോക്താക്കൾ JSW കമ്പനിക്ക് പരാതി നൽകിയതിനെ തുടർന്നാണ് വ്യാജന്മാരെ കണ്ടെത്താൻ നടത്തിയ അന്വേഷണം നടത്തിയത്. അങ്ങനെയാണ് പോട്ട പനമ്പിളിയിലെ സ്ഥാപനം കണ്ടെത്തിയത്. കൃത്രിമ ലോഗോ പതിക്കാനായി ഉപയോഗിച്ച ഇലക്ട്രോണിക്സ് മെഷീനുകളും കസ്റ്റഡിയിലെടുത്തു. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ്, ജോഫി ജോസ്, ഷാജഹാൻ യാക്കൂബ്, സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ മുരുകേഷ് കടവത്ത്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആൻസൺ പൌലോസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ബിനു പ്രസാദ്, പ്രദീപ്, N വർഷ എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നത്. ചാവക്കാട് നഗരസഭയിലെ 5-6 വാർഡുകളിലായുള്ള പുന്നപ്രദേശത്ത് പുതിയ ന്യായവില കടയ്ക്ക് ലൈസൻസിയെ സ്ഥിരമായി നിയമിക്കുന്നതിന് പട്ടികജാതി വിഭാഗക്കാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. SSLC തത്തുല്യ യോഗ്യതയുള്ളവർ അപേക്ഷിക്കാം. 21 മുതൽ 62 വയസ്സ് വരെയാണ് പ്രായപരിധി. അപേക്ഷകൻ വിജ്ഞാപന തീയതിക്ക് മുൻപ് തുടർച്ചയായി 3 വർഷം ന്യായവില കട സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് നഗരസഭ പ്രദേശത്തെ
സ്ഥിര താമസക്കാരനായിരിക്കണം. അതേ വാർഡിലെ താമസക്കാരനായ അപേക്ഷകന് മുൻഗണനയുണ്ട്. തുല്യ യോഗ്യതയിലുള്ള ഒന്നിലധികം അപേക്ഷകരുണ്ടെങ്കിൽ കൂടുതൽ പ്രായമുള്ള അപേക്ഷകനാണ് മുൻഗണനയുള്ളത്. ഭക്ഷ്യഭദ്രതാ നിയമം 2013 പ്രകാരമോ കേരള ലക്ഷ്യാധിഷ്ഠിത പൊതുവിതരണ സംവിധാനം പ്രകാരമാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പ്രകാരമോ ധാർമ്മിക വ്യതിയാനം ഉൾപ്പെടുന്ന ഏതെങ്കിലും കുറ്റകൃത്യത്തിന് കോടതി ശിക്ഷിച്ചിട്ടുള്ളവർ അപേക്ഷിക്കാൻ പാടുള്ളതല്ല. തൃശൂർ ജില്ലയിലെ താലൂക്ക് സപ്ലൈ ഓഫീസിലും ബന്ധപ്പെടാവുന്നതാണ്. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും ലഭ്യമാണ്. ഏപ്രിൽ 20 രാവിലെ 11 വരെ നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഒളകര ആദിവാസി ഗ്രാമത്തിലുള്ളവർക്ക് വനാവകാശ രേഖ വിതരണം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് പീച്ചി വിലങ്ങന്നൂർ മലയോര ഹൈവേ നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി വിശദീകരണ യോഗം നടത്തി. DA കുടിശ്ശിക നിഷേധിച്ച സർക്കാർ ഉത്തരവിൽ പ്രതിഷേധിച്ച് NGO അസോസിയേഷൻ മാർച്ചും ധർണയും നടത്തി. നടത്തറ പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങൾ ബജറ്റ് അംഗീകരിക്കൽ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.